ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലുള്ള യൂണിറ്റ് 1 ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നതിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ ഒരു സിലബസ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ തരാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ ആ ഒരു യൂണിറ്റ് നോക്കുമ്പോൾ എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, നമ്മുടെ സിലബസിലുള്ള പോർഷൻസ് ആദ്യം ഒന്ന് നോക്കാം. സോ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയിൽ മെയിനായിട്ടും പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, ഡൈവേഴ്സിറ്റി അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ, റീജിയണൽ ഡൈവേഴ്സിറ്റി, ഡൈവേഴ്സിറ്റി ഇൻ ലാംഗ്വേജ്, caste and class in Indian society, tribal groups in India and their diversities and anthropological features, racial diversities of Indian society, physical diversity പറയുന്നുണ്ട്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റെസ്പെക്ടിങ് ഡൈവേഴ്സിറ്റി. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ, ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റെസ്പെക്ടിങ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ 4 മാർക്സിന് ക്വസ്റ്റ്യൻസിലും വരാറുണ്ട്. അനാലിസിസ് ഓഫ് കേസ് സ്റ്റഡീസ്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫീൽഡ് എൻഗേജ്മെന്റ് വിത്ത് ഡൈവേഴ്സ് ഗ്രൂപ്പ്, ദെൻ ആസ്പിറേഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പോയിന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ ഇതിന്ന് കിട്ടുള്ളൂ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്താണ്. നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡൈവേഴ്സിറ്റി ആണ് അല്ലേ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഒക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ ഡൈവേഴ്സിറ്റിയും വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ ലെവലിലും വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ ലെവലിലും അതുപോലെ തന്നെ സോഷ്യൽ ലെവലിലും വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഒരു മാർക്ക് ക്വസ്റ്റ്യൻസിൽ എന്താണ് ഡൈവേഴ്സിറ്റി എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് ഡൈവേഴ്സിറ്റീസ്. ഡൈവേഴ്സിറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് പ്രോസസ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആസ് വെൽ ആസ് ക്ലാസ് റൂം കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, അതായത് വേരിയസ് ആയിട്ടുള്ള റീജിയനിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളായിരിക്കും നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റി എന്താണ്, ക്ലാസ് റൂം കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിലും ആസ് എ സോഷ്യൽ മെമ്പർ, സൊസൈറ്റിയിലെ ഒരു മെമ്പർ എന്ന നിലയിൽ എങ്ങനെയാണ് ആ ഒരു ഡൈവേഴ്സിറ്റി എന്നതും നമ്മൾ അറിഞ്ഞിരിക്കണം. There is no single definition for diversity. To some it means tolerance, acceptance or perhaps attitude. കുറച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടോളറൻസ് ആണ്, അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ആണ്, പെർഹാപ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. അതായത് മൊത്തം സൊസൈറ്റിയെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് അതിനെ ടോളറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡും ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. Diversity may mean inclusion or racial and gender differences. Diversity literally means differences. Diversity എന്ന ഒരു വേർഡ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിഫറൻസസ് എന്നതിനെ പറ്റിയാണ്. ഓരോ ഇൻഡിവിജ്വലും യൂണീക്ക് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ മറ്റു ഇൻഡിവിജ്വലിന്റെ ഡിഫറൻസുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കാനും ഈ ഒരു ഡൈവേഴ്സിറ്റി സഹായിക്കുന്നുണ്ട്. And this can be along with the dimensions of race, ethnicity, gender, sexual orientation, socio-economic status, age, physical ability, religious beliefs, political beliefs and other ideologies. അപ്പോൾ എന്ത് കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അതാണ്. It is about understanding each other and moving beyond simple tolerance to embracing and celebrating the rich dimensions of diversity contained within each individual. നമ്മളുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് നമുക്ക് പറയാം അല്ലേ. നമ്മൾ എത്ര തന്നെ ഡൈവേഴ്സ് ആയിരിക്കും, ഒരുപാട് കാസ്റ്റ്, ക്ലാസ്, എങ്ങനെയായാലും ലാംഗ്വേജ് വൈസ് നമ്മൾ ഡിഫറെൻ്റ് ആണ്, എങ്കിൽ പോലും നമ്മൾ എന്താണ് അതിലൊരു യൂണിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സെലിബ്രേഷൻ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഒത്തൊരുമിച്ച് തന്നെ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി എന്നത് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മളുടെ ഒരു ഇന്ത്യൻ ഒരു കൾച്ചറിനെ ബേസ് ചെയ്തോട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഡൈവേഴ്സിറ്റി മീൻസ് more than just acknowledging and or tolerating differences.
അല്ലെങ്കിൽ നമുക്ക് പറയാം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഹ്യൂമാനിറ്റി കൾച്ചേഴ്സ് ആൻഡ് നാച്ചുറൽ എൻവയോൺമെന്റ്. നമ്മൾ പറഞ്ഞു തന്നെയാണ് പ്രാക്ടീസിങ് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ക്വാളിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം അവർ ഓൺ. ആസ് എ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ മറ്റുള്ള ഇൻഡിവിജ്വലിനെ റെസ്പെക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ അറിഞ്ഞിരിക്കുകയും വേണം. Recognizing that personal, cultural, and institutionalized discrimination create and sustain privileges for some while creating sustaining disadvantages for others. മറ്റുള്ള പേഴ്സണെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡൈവേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഡൈവേഴ്സിറ്റിയും പറയുന്നുണ്ട്, ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റി. ഇൻഡിവിജ്വലായിട്ട് എങ്ങനെയാണ് നമ്മൾ ഡൈവേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ആയിട്ട് ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറഞ്ഞിട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. സോഷ്യൽ ഡൈവേഴ്സിറ്റിയും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എഴുതാനും വരാറുണ്ട്. സോ സോഷ്യൽ ഡൈവേഴ്സിറ്റി അറിയുമ്പോൾ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഈസ് ദ ഡിഫറൻസ് സീൻ ഇൻ എ പെർട്ടിക്കുലർ സൊസൈറ്റി ഇൻ ദ കേസ് ഓഫ് റിലീജിയൻ, കൾച്ചർ, എക്കണോമിക് സ്റ്റാറ്റസ് എക്സെട്ര. ഒരു സൊസൈറ്റിയിൽ കാണുന്ന ഡിഫറൻസ് ആണ്. എന്തിന്റെ ബേസിലായിരിക്കാം? ഇൻ ദ കേസ് ഓഫ് റിലീജിയൻ ആവാം, കൾച്ചർ ആവാം, എക്കണോമിക് സ്റ്റാറ്റസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് സീൻ ഇൻ എ സൊസൈറ്റി. ഓക്കെ. അപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള പീപ്പിൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് റിലീജിയനിലുള്ളതായിരിക്കാം, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കാം, സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കാം, എക്കണോമിക് സ്റ്റാറ്റസ്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇസ് എ ഫീച്ചർ ഓഫ് സൊസൈറ്റി വിച്ച് ഡിറ്റർമിൻഡ് ബൈ കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് ഒക്യുപ്പേഷണൽ പാറ്റേൺ ഇൻ എ ഗിവൺ ടെറിട്ടറി. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഈ ഒരു വേർഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഡൈവേഴ്സൈറ്റ് എന്ന് പറയുന്നുള്ള ഒരു വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡിസിമിലർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഡൈവേഴ്സിറ്റി അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ് അല്ലെ, ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആയിരിക്കും. Individual diversity is nothing else but the differences seen in the individual traits like intelligence, attitude, aptitude, IQ, etc. അത്രേ ഉള്ളൂ. നമ്മളുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റി? ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റി ഈസ് നത്തിങ് എൽസ് ബട്ട് ദ ഡിഫറൻസസ് സീൻ ഇൻ ദി ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് ലൈക്ക് ഇന്റലിജൻസ്, എന്തോസിയാസം, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, IQ, അപ്രോച്ച്, ഓരോന്നിലും എന്തൊരു ആയിക്കോട്ടെ, ഇപ്പൊ ഇന്റലിജൻസിലായിക്കോട്ടെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ആറ്റിറ്റ്യൂഡിലായിക്കോട്ടെ IQ ലെവലിൽ പോലെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. So diversity at an individual level is often denoted as psychological difference among the individual. It is said that no two individuals are exact duplicate. They differ from each other in some way or in other way. നമ്മൾ സൈക്കോളജിക്കൽ ഡിഫറൻസ് എന്നും നമുക്കിതിനെ പറയാം. എങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പോലും മറ്റൊരു ഇൻഡിവിജ്വലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കേസിൽ ആ ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അത്രയാണ് നമ്മൾ ഈ ഒരു ഡൈവേഴ്സിറ്റി എന്നുള്ള പോർഷനിൽ നോക്കുന്നത്. സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലെവലിലുള്ള ഡൈവേഴ്സിറ്റി. അപ്പോൾ അത് 2 മാർക്സിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാറ്. പിന്നെ നമ്മളുടെ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി, നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റി അത്രയും ഡൈവേഴ്സ് ആണ്. അതെങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതും ഒരു essay മാർക്കിനല്ലെങ്കിലും 4 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. The high degree of Indian diversity found in India because of large and diverse population. അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്ത് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ റിലീജിയസ് വേസ്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള വേസ്, കാസ്റ്റ്, ക്ലാസ് എന്ത് തന്നെ നോക്കിയാലും അത്രയും ഡൈവേഴ്സ് ആണ് അല്ലേ. സോ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് നോട്ട് ചെയ്യാനും അതിൻ്റെ കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. Some of the important forms of diversity in India are: first one, religious diversity. India is a land of multiple religion. നമുക്കറിയാം അല്ലേ. And the major religion in India are Hinduism, Buddhism, Sikhism, Jainism, Christianity, Islam and Parsi. The basic idea and faith of each religion is different. ഒരുപാട് റിലീജിയൻ ഉള്ള ഒരു രാജ്യമാണല്ലേ ഇന്ത്യ. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഓരോ റിലീജിയൻ്റെയും ബേസിക് ആയിട്ടുള്ള ഫെയ്ത്തും ഐഡിയാസും ഒക്കെ തന്നെ എന്തായിരിക്കും, ഡിഫറെൻറ്റും ആയിരിക്കും. ഓരോ റിലീജിയനും കാണപ്പെടുന്ന ഏരിയാസും ഡിഫറെൻ്റ് ആയിരിക്കും. ഹിന്ദു ആൻഡ് മുസ്ലിംസ് ആർ ഫൗണ്ട് ഓൾമോസ്റ്റ് ഓൾ പാർട്ട് ഓഫ് അവർ കൺട്രി. ക്രിസ്ത്യൻസ് ഹാവ് ദ സ്ട്രോങ് ഹോൾഡ് ഇൻ 3 states, കേരള, തമിഴ്നാടു, മേഘാലയ. Sikhs are concentrated in Punjab.
ബുദ്ധിസ്റ്റ് ഇൻ മഹാരാഷ്ട്ര, ജെയിൻ ഇൻ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ് റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കുറച്ച് പോയിന്റ്സ് എഴുതാം. അടുത്തതാണ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ദ ഗ്രേറ്റർ ദ വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഇന്ത്യ. മോസ്റ്റ് ഓഫ് ദീസ് ലാംഗ്വേജസ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ഹാവ് ദെയർ ഓൺ ഡിസ്റ്റിങ്ക്ട് ഫോം ഓഫ് റൈറ്റിംഗ് ആൻഡ് സ്പീച്ച്. നമുക്കറിയാം, നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഡിഫറെൻറ്റ്, അപ്പോൾ കാസർഗോഡ് ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും ലാംഗ്വേജ് മാറുന്നുണ്ട്. നമ്മുടെ ബോർഡറിലേക്ക് എത്തുമ്പോഴേക്കും ലാംഗ്വേജ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് വൈസ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. അത്തരത്തിൽ ഡൈവേഴ്സ് ആണ്. ഒരുപാട് ലാംഗ്വേജ് വൈസ് തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ലാംഗ്വേജസ് ഉണ്ട് അല്ലേ? അല്ലെ, അതാണ് ഇത്രയും ഉദ്ദേശിക്കുന്നത് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി എന്നുള്ളതുകൊണ്ട്. ഇനി അടുത്താണ് ഡൈവേഴ്സിറ്റി ഇൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി. ജിയോഗ്രഫിക്കലി നമ്മളുടെ ലാൻഡും അത്രയും ഡൈവേഴ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ 32,87,263 സ്ക്വയർ കിലോമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. And she has a great diversity of physical features like dry desert, evergreen forest, snowy Himalaya, and long coastal and fertile plains, rivers, etc. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് മൗണ്ടെയിൻസ് ഉണ്ട്, ഡിസേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ഉണ്ട്. ഇത്തരത്തിൽ ജോഗ്രഫിക്കലി നമ്മളുടെ ഏരിയ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലാൻഡ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ് അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് ഏരിയാസ് എന്താണ് കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മളുടെ പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സിലെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു ഡൈവേഴ്സിറ്റി ഇൻ ഫിസിക്കൽ ഫീച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി. ഇനി നോക്കൂ, റീജിയണൽ ഡൈവേഴ്സിറ്റി. Regional diversity, people of India are different based on religion, language, belief, tradition, food habits, dressing, or different from region to region. Regional diversity എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് people living in different region of India differ in their language, beliefs, customs, food habits. Each state of India has its own language and set of tribes, festivals, arts, craft, and customs and tradition. അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ട്രൈബ്സും അതുപോലെ തന്നെ ഫെസ്റ്റിവൽസും ആർട്സും ക്രാഫ്റ്റുകളും ഒക്കെ ഉണ്ട്. റീജിയണൽ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് റേഷ്യൽ ഡൈവേഴ്സിറ്റി. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഫിസിക്കൽ ഫീച്ചേഴ്സ് സച്ച് എസ് സ്കിൻ കളർ, ടൈപ്പ് ഓഫ് നോസ്, ഫോം ഓഫ് എയർ. അപ്പോൾ റേഷ്യൽ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ആയിട്ടുള്ള സ്കിൻ കളർ, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് നോസ് എന്നതിലൊക്കെ എന്താണ് ഓരോ ഗ്രൂപ്പുകാരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിലൊരു ഡെഫിനേഷനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ നോട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. A.W. Green says, a race is a large biological human grouping with a number of distinctive inherited characteristics which vary within certain range. അത് ഈ ഒരു റേസ് എന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളതാണ്. A race is a large biological human grouping with a number of distinctive inherited characteristics which vary within a certain range. അതുപോലെ തന്നെ പറയാവുന്നതാണ് ഇതിൽ ഡോക്ടർ B.S. ഗുഹ ഐഡന്റിഫൈഡ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇൻ ടു 6 മെയിൻ എത്നിക് ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, റേഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഗ്രൂപ്പ് എന്ന് നോക്കാം. ഒന്നാമത്തേത് പറയുന്നത് നിഗ്രിറ്റോ, രണ്ടാമത്തെ പ്രോട്ടോ ആസ്ട്രോയിഡ്, മാംഗ്ലോയിഡ് ആണ് മൂന്നാമത്തത്, ആൻഡ് മെഡിറ്ററേനിയൻ ആൻഡ് ദ്രവീഡിയൻ നാലാമത്തത്, ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ വെസ്റ്റേൺ ബ്രാച്ചിസിഫാലസ്, സിക്സ്ത് വൺ നോർഡിക്. People belong to these different racial stocks have little in common either in physical appearance or food habits. ഓരോ ഗ്രൂപ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതും എന്തായിരിക്കും, ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡോക്ടർ B.S. ഗുഹയാണ് ഇത്തരത്തിൽ നമ്മളുടെ ഈ ഒരു പോപ്പുലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 6 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. മറ്റൊന്ന് പറയുന്നത് ഹെർബർട്ട് റിസ്ലി ആണ്. ഹാഡ് ക്ലാസിഫൈഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻടു 7 റേഷ്യൽ ടൈപ്സ്. ദീസ് ആർ തുർക്കോ ഇറാനിയൻ, സെക്കൻഡ് വൺ ഇൻഡോ ആര്യൻ, സൈത്തോ ദ്രവീഡിയൻ, ആര്യോ ദ്രവീഡിയൻ, മോങ്കോ ദ്രവീഡിയൻ, മാംഗ്ലോയിഡ്, ദ്രവീഡിയൻ, etc. And these 7 racial types can be reduced into
3 ബേസിക് ടൈപ്സ്. അപ്പോൾ 7 ഗ്രൂപ്പായിട്ട് നമ്മളുടെ ഹെർബർട്ട് റെസ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ വീണ്ടും നമുക്ക് 3 ബേസിക് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡോ ആര്യൻ, മാംഗ്ലോയിഡ് or Mongolian and Dravidian. In his opinion, the last two types would account for the racial composition of tribal India. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം മംഗോളിയനും അതുപോലെ തന്നെ ദ്രവീഡിയൻ ആ വിഭാഗക്കാരാണ് നമ്മളുടെ ഡൈവേഴ്സിറ്റി അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഗ്രൂപ്പുകൾ. അടുത്തതാണ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. കാസ്റ്റ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് കാസ്റ്റ്. ദ ടേം കാസ്റ്റ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ 2 സെൻസസ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റുകൾ ഉണ്ടായിരിക്കും. സോ ദ ടേം കാസ്റ്റ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ 2 സെൻസ്. 2 സെൻസിലാണ് ഈ ഒരു കാസ്റ്റ് ഡൈവേഴ്സിറ്റി പറയുന്നത്. ഒന്നാമത്തെ കേസിൽ പറയുമ്പോൾ വർണ്ണ, സംടൈംസ് ഇൻ സെൻസ് ഓഫ് വർണ്ണ എന്ന രീതിയിൽ നമുക്ക് കാസ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജാതി എന്ന രീതിയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വർണ്ണ ഫസ്റ്റത്തെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു എ സെഗ്മെന്റ് ഓഫ് 4-fold ഡിവിഷൻ ഓഫ് ഹിന്ദു സൊസൈറ്റി ബേസ്ഡ് ഓൺ ദി ഫങ്ഷണൽ ക്രൈറ്റീരിയ. ഫങ്ഷണൽ ക്രൈറ്റീരിയയുടെ ബേസിൽ നമുക്ക് സൊസൈറ്റീനെ 4 വർണ്ണാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. വിത്ത് ദർ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ ആസ് ലേണിംഗ്, ഡിഫൻസ്, ട്രേഡ് ആൻഡ് മാനുവൽ സർവീസ്. അവരുടെ സർവീസിനനുസരിച്ചായിരുന്നു ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ജാതിയുടെ ബേസിലാണ്. ഇറ്റ് റെഫേഴ്സ് ടു എ ഹെറിഡിറ്ററി എൻഡോജീനസ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് പ്രാക്ടീസിങ് ആസ് സ്പെസിഫിക് ട്രഡീഷണൽ ഓക്യുപ്പേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുണ്ട് തന്നെയാണ് നമ്മളുടെ ഓരോ കാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നീടാണ് ക്ലാസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ക്ലാസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ക്ലാസ് ഓൺ അതർ ഹാൻഡ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ division of society into different prestige category or classes. Usually it is the prestige of this occupation followed by a person which determine their position in the class system. This occupation may be prime. അപ്പോൾ നമ്മളുടെ ഒക്യുപ്പേഷൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള എന്ത് ഒക്യുപ്പേഷനാണ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ദിസ് ഒക്യുപ്പേഷൻ മേ ബി പ്രൈമറി. അപ്പോൾ അഗ്രികൾച്ചർ ചെയ്യുന്ന ഒരു വിഭാഗക്കാരുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഏരിയസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സർവീസ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതാണ് ഇത്രയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ് ഡൈവേഴ്സിറ്റി. ഓക്കെ, 7th ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ട്രൈബൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ ആൻഡ് ആന്ത്രോപോളജിക്കൽ ഫീച്ചേഴ്സ്. ഒരുപാട് ട്രൈബ്സ് ഉണ്ടല്ലേ ഇന്ത്യയിൽ തന്നെ. Tribes have been defined as a group of indigenous people having common language and territory. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ ആണ്, അവർക്ക് അവരുടേതായിട്ടുള്ള കോമൺ ലാംഗ്വേജ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടെറിട്ടറിയും ഉണ്ടായിരിക്കും. ജിയോഗ്രഫിക്കലി നമ്മളുടെ ട്രൈബ്സ് ആർ കോൺസെൻട്രേറ്റഡ് ഓൺ 5 റീജിയൻ. നമ്മളുടെ ജോഗ്രഫി ബേസിൽ ഈ ഒരു ട്രൈബ്സ് ഒക്കെ ഓറിയന്റ് ചെയ്തിട്ടുള്ളത് 5 ഡിഫറെൻറ്റ് ഏരിയാസിലാണ് ഓരോ ട്രൈബ്സും കാണപ്പെടുന്നത്. അപ്പോൾ ഹിമാലയൻ റീജിയനിൽ കാണുന്നുണ്ട്. രണ്ടാമത്തത് മിഡിൽ ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ റീജിയൻ, ഐലൻഡ് റീജിയൻ. ഈ ഓരോ റീജിയനിലും കാണപ്പെടുന്ന ട്രൈബ്സും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ലിംഗ്വിസ്റ്റിക്കലി ദർ ഈസ് എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി അമംഗ് ദീസ് ട്രൈബ്സ്. അവരുടെ ലാംഗ്വേജ് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. According to estimate, tribes speak 105 different languages and 225 subsidiary languages. അപ്പോൾ അത്രയും അവരുടെ ഇടയിൽ തന്നെ ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് ഉണ്ട്, അതായത് ലാംഗ്വേജ് വൈസും അവർ ഡൈവേഴ്സ് ആണ്. ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഓഫ് ദീസ് ട്രൈബ്സ് ഓൾസോ ഷോ ഗ്രേറ്റ് വേരിയേഷൻ. അവരുടെ എണ്ണത്തിലും തന്നെ അവർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് എക്കണോമിക്കലി these tribes show great variation. Some tribes like Cholanaikan depends on food collection and hunting, നമുക്കറിയാം. And others like Khasi of Meghalaya practiced shifting cultivation. Most of the tribes of this middle western and southern region of the country practiced settled agriculture. അപ്പോൾ ഓരോ ഇതിൽ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. നമ്മളുടെ ഇന്ത്യയുടെ ഓരോ റീജിയനിലും അല്ലെങ്കിൽ ജോഗ്രഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ജോഗ്രഫിക്കലായിട്ടുള്ള ഏരിയാസിലും കാണപ്പെടുന്ന ട്രൈബ്സ് ഡിഫറെൻ്റ് ആണ്. അവരുടെ ലാംഗ്വേജസിൽ ഡിഫറെൻ്റ് ആണ്, കൾച്ചറിൽ ഡിഫറെൻ്റ് ആണ്. ട്രൈബ്സിൽ തമ്മിൽ തന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഒരു ഒക്യുപ്പേഷൻ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫുഡ് കളക്ഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും കോൺസെൻട്രേറ്റ്, ചിലർ അഗ്രികൾച്ചർ ആയിരിക്കും. അത്തരത്തിൽ അവരുടെ ഒക്യുപ്പേഷനിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നു. അതാണ് ട്രൈബൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ
ആൻഡ് ആന്ത്രോപോളജിക്കൽ ഫീച്ചേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മളുടെ ഇന്ത്യൻ ഡൈവേഴ്സിറ്റി, അതായത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടി പറയാം, ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് വൈസ് ഏതൊക്കെയാണ് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയാണ് ഡൈവേഴ്സ് ചെയ്തിട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് പോയിന്റ് വൈസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ, റിലീജിയസ് ഡൈവേഴ്സിറ്റി, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഡൈവേഴ്സിറ്റി ഇൻ ഫിസിക്കൽ ഫീച്ചർ, regional diversity, racial diversity, caste and class diversity, tribal diversity in India and anthropological features. അടുത്തൊരു വിഭാഗം ആയിട്ട് വരുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റെസ്പെക്റ്റിംഗ് ഡൈവേഴ്സിറ്റി. ഈ ഒരു ഡൈവേഴ്സിറ്റി, ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നേഷനെ നമുക്ക് റെസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ കൺട്രി ഹാസ് എ ട്രഡീഷൻ ഓഫ് ടോളറൻസ് ആൻഡ് അക്കോമഡേറ്റിംഗ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അതെ, നിങ്ങൾക്കറിയാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനും അവരെ ആക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ കൺട്രിയിലുള്ളത്. എഡ്യൂക്കേഷൻ ഹാഡ് എ മേജർ റോൾ ഇൻ റെസ്പെക്ടിങ് ദ ഡൈവേഴ്സിറ്റീസ് ഓഫ് നേഷൻ. സോ അതിൽ പറയുന്നതാണ് അസിമിലേഷൻ, പ്ലൂരലിസം. ഇത് ചിലപ്പോൾ 1 വേർഡിനൊക്കെ ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. അസിമിലേഷൻ, എ ന്യൂ മിക്സ്ഡ് കൾച്ചർ വുഡ് എമേർജ് ഫ്രം ദിസ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മിക്സ്ഡ് കൾച്ചറിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് പ്രോസസ് ഇൻ വിച്ച് people lost their cultural differences and blend into the wider society. Okay. കൾച്ചറൽ ഡിഫറൻസ് മറക്കല്ല, പീപ്പിൾ ലോസ് എന്നാണ് പറയുന്നത്. അതായത് കൾച്ചറൽ ഡിഫറൻസ് കൂടി ആക്സെപ്റ്റ് ചെയ്തോട്ടോ ഒരു വൈഡർ സൊസൈറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. പ്ലൂറലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വേർഡ് കൊടുത്തിട്ട് തന്നെ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ, ഈ പോയിന്റുകളൊക്കെ വരുന്നത് എന്താണ്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ റെസ്പെക്ടിങ് ഡൈവേഴ്സിറ്റി. എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ അസിമിലേഷൻ എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് സ്വായത്തമാവുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് പ്ലൂറലിസം. പ്ലൂറലിസം ആൻഡ് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ്, റിലീജിയൻ, റേസസ് എക്സെട്ര ആർ ടുഗദർ ഇൻ എ സൊസൈറ്റി ബട്ട് കണ്ടിന്യൂസ് ടു ഹാവ് ദ ഡിഫറെൻറ്റ് ട്രഡീഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസും റിലീജിയനും റേസുകളിലും പെട്ടുള്ള ആളുകളൊക്കെ തന്നെ ടുഗദർ ആയിട്ട് ഒരു സൊസൈറ്റിയിൽ കാണപ്പെടുന്നതിനാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡൈവേഴ്സിറ്റി കോൺഷ്യസ്നെസ്. ഇറ്റ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് അവെയർനെസ് സ്കിൽ ഇൻ ദി ഏരിയ ഓഫ് ഡൈവേഴ്സിറ്റി. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, ഡൈവേഴ്സിറ്റി കോൺഷ്യസ്നെസ്. നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, ഈ ഒരു കൾച്ചറിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഡൈവേഴ്സിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വലും എത്തിച്ചേരുന്നത്. അടുത്ത നോക്കൂ, ഗ്ലോബലൈസേഷൻ ആൻഡ് ടെക്നോളജി. എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇൻ ലിവിങ് ഇൻ ദ വേൾഡ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ടെക്നോളജി. ഓക്കെ, നമ്മളുടെ വേൾഡ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ്റെയും ടെക്നോളജിയുടെയും ഒരു ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഗ്ലോബലൈസേഷൻ അതുപോലെ തന്നെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഒരുപാട് മികവുകളും. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷനാണ് ഇതിനെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ടെക്നോളജി ഒക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ട് എഫക്റ്റീവായിട്ട് ഓരോ രാജ്യങ്ങളിൽ എത്തിക്കുന്നതും എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ സെൽഫ് അവെയർനെസ്, നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു അവെയർനെസ് വേണം, അതും ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സെൽഫ് അവെയർനെസ് ഈസ് വൺ നെസസറി തിങ് ഫോർ റെസ്പെക്റ്റിംഗ് ഡൈവേഴ്സിറ്റി. നമ്മളെ തന്നെ സെൽഫ് അവെയർ ചെയ്യാം. ഇത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നും അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടെന്നും ആ ഒരു ഡൈവേഴ്സിറ്റിയെ നമുക്ക്